മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടില്ലേ? അല്ല, ഒന്നാം തരം സുഡാപ്പിയ. ഞാനൊരു ഉദാഹരണം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇത്തരം ഒരുപാട് ആളുകളുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിന് എങ്ങനെ ഈ മതം കുത്തിക്കയറ്റ് നമ്മുടെ പുതുതലമുറയെ പോലും നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാ ഇത്തരം ഒരുപാട് ആളുകൾ രംഗത്തെത്തിയത്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു. കഴിഞ്ഞ തവണത്തെ ലോകകപ്പിനെ നമ്മൾ മലയാളികൾ എങ്ങനെയാ സ്വീകരിച്ചിട്ടുള്ളത്? ആ ലോകകപ്പുമായി ബന്ധപ്പെട്ട് ബ്രസീല്, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗല്, ഇതിനൊക്കെ തന്നെ ആരാധകര്, ഇവർ തമ്മിലുള്ള വലിയ ചർച്ചകള്, അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഉയരത്തിലുള്ള ഫ്ലെക്സ് വെച്ചത് ആര് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പോലും വലിയ വാർത്തകൾ വന്നു. അങ്ങനെ സുന്ദരമായ കളിയുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ലോകകപ്പൊക്കെ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ലോകകപ്പിനെ ആ കായിക ഇനത്തിൽ പോലും, ആ കളിയിലേക്ക് പോലും ഇത്തരം സുഡാപ്പികൾ പച്ചക്ക് മതം കുത്തിക്കയറ്റി നമ്മുടെ പുതുതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ വ്യക്തിയൊക്കെ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പ്രവേശനം ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തി വിളിച്ചു പറയാണ്, നിങ്ങൾ അർജന്റീനയെ പിന്തുണയ്ക്കരുത്, അർജന്റീന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു, ഇസ്രായേൽ ഒരു കാരണവുമില്ലാതെ പലസ്തീനിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ നാളല്ലേ ഇവരൊന്നും ഇത്തരത്തിൽ പച്ച നുണ വിളിച്ചു പറയാൻ. ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന 2023 ഒക്ടോബർ 7 കടന്നു കയറി 1200-ലധികം ആളുകളെ ഇല്ലാതാക്കിയതും നരനായാട്ട് നടത്തിയതൊക്കെ ലോകം മൊത്തം അംഗീകരിച്ചതും മനസ്സിലാക്കിയതുമാ. എന്നിട്ട് പറയുന്ന ഒരു കാരണവുമില്ലാതെ പലസ്തീനിലേക്ക് ഇസ്രായേൽ വരുന്നു. എന്നിട്ട് അതുമല്ല, ആ ഇസ്രായേലിനെ നീതി നോക്കി അർജന്റീന പിന്തുണച്ചതിന് അതൊക്കെ തന്നെ പൊളിറ്റിക്സ്, അതൊക്കെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാട്. എന്നിട്ട് ആ ഒരു വിഷയത്തിലേക്കാണ് ഈ കളിയിലേക്ക് കൊണ്ടുവന്ന് ഈ നെറികെട്ട ഇത്തരം ഒരുപാട് സുഡാപ്പികള് കളിയിലേക്ക് മതം കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ പലസ്തീൻ ഇങ്ങനെ ഈ വിഷയം ഉയരുമ്പോഴേക്ക് നമ്മളൊക്കെ മതമാണ് കുത്തിക്കയറ്റുന്നത് എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്നത്? ലോകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഒന്നും കുട്ടികളും സ്ത്രീകളും ആരുമില്ല. അതൊന്നും പൊക്കിപ്പിടിക്കാതെ പലസ്തീന് വേണ്ടി മാത്രം ആളുകൾ രംഗത്തിറങ്ങുന്നുണ്ടെങ്കിൽ ആ കൊടി ഉയർത്തുന്നവർ, അത് മാത്രം ഉയർത്തുന്നവർ പച്ച വർഗീയവാദികളാ, പച്ച സുഡാപ്പികളാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്ത്, ഇസ്രായേലിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളൊന്നും ഇല്ല. അത്തരം ആളുകളെ ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാക്കിയ സമയത്ത് ഒരക്ഷരം മിണ്ടാൻ ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. വളരെ ലളിതമാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം ഉയർത്തിപ്പിടിക്കുന്നത് ഇസ്രായേലിലും പലസ്തീനിലും സാധാരണക്കാർക്കൊന്നും സംഭവിക്കരുത്, രണ്ടുപേർക്കും ഒരേപോലെ സമാധാനം വേണം, അതാണ് മനുഷ്യത്വം. പലസ്തീന് മാത്രം ഉയർത്തുന്നത് ആരോ, അവർ വർഗീയവാദികളാ. നമ്മുടെ ലോകകപ്പിനെ പോലും കേരളത്തിലെ സുഡാപ്പികള് പച്ച മതം കുത്തിക്കയറ്റി കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യ. ഇവിടെ മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്ത, ഇതൊക്കെ ഒരു കൂട്ടായ ശ്രമം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണമാണ്. ഫലസ്തീനികളോട് അനുകമ്പ ഇല്ലാത്തവർ മനുഷ്യരല്ല, നിലപാട് വ്യക്തമാക്കി ഈജിപ്ഷ്യൻ കോച്ച്. അതായത് ഈജിപ്തിന്റെ കോച്ച് വിളിച്ചു പറഞ്ഞതിന് മൗദൂദികൾ വാർത്തയാക്കിയിട്ട് വലിയ പ്രചരണം ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഫലസ്തീനികളോട് അനുകമ്പ ഇല്ലാത്തവർ മനുഷ്യരല്ല. ഈജിപ്തിന്റെ കോച്ച് ഇത് പറഞ്ഞാൽ ബോധമുള്ള ആളുകൾ പുച്ഛിച്ചങ്ങ് തള്ളണ്ടേ? ഈ പറയുന്ന ഫലസ്തീനോട് അനുകമ്പ ഇല്ലാത്ത ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് ഈജിപ്ത് അല്ലേ? ഈജിപ്താ ആദ്യത്തെ അനുകമ്പ ഇല്ലാത്ത രാജ്യം എന്ന് പറയുന്നത്. ഈ കോച്ച് എന്തേ ഈജിപ്തിന്റെ ഭരണകൂടത്തിനെതിരെ ഒരക്ഷരം മിണ്ടാത്തത്? ലളിതമായ ചോദ്യ. ഇവിടെ മാധ്യമങ്ങൾ, മൗദൂദി ചാനലൊക്കെ വലിയ രീതിയിൽ മാധ്യമത്തിൽ വന്നിട്ടുള്ള വാർത്തയെ വായിച്ചു കേൾപ്പിച്ചത്. ഇവിടെ എന്തോ മനുഷ്യത്വം എന്ന് പറയുന്നത് പലസ്തീനാണ് എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം ഒരു മറ്റേടത്തെ വാർത്ത കൊടുക്കൽ എന്ന് പറയില്ലേ? യഥാർത്ഥത്തിൽ ഈ കോച്ച് ഈജിപ്തിന്റെ ഭരണകൂടത്തിനെതിരെ ഒരക്ഷരം മിണ്ടട്ടെ. കാരണം എന്താ? ഈജിപ്തിന്റെ രാജ്യാതിർത്തിയൊക്കെ തന്നെ കൊട്ടിയങ്ങ് അടച്ചതാ. പലസ്തീനിൽ പ്രശ്നമുണ്ടായ സമയത്ത് പലസ്തീൻ ജനത ആദ്യം ഓടിക്കയറാൻ, അഭയം തേടാൻ ഓടിയെത്തിയിരുന്നത് ഈജിപ്തിലേക്കായിരുന്നു, ഈജിപ്തിന്റെ അതിർത്തിയിലേക്കായിരുന്നു. ഈജിപ്ത് അതൊക്കെ തന്നെ അങ്ങ് കൊട്ടിയടിച്ചു. ഒരു മനുഷ്യനെ അങ്ങോട്ടേക്ക് കയറ്റില്ല, സകലതും അങ്ങ് കൊട്ടിയടച്ചു. ഇപ്പൊ അടച്ചിട്ടുക
ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ആർക്കും കാണരുത്, ഫുൾ കൊട്ടി അടിച്ചതാ. ആ രാജ്യത്തെ കോച്ച് വന്നിട്ട് ഈ കൊടി ഉയർത്തി അവരോട് മനുഷ്യത്വം തേങ്ങയൊക്കെ പറയുമ്പോ യഥാർത്ഥത്തിൽ അതങ്ങ് പുച്ഛിച്ച് തള്ളണ്ടേ? അല്ലാണ്ട് അതും പൊക്കിപ്പിടിച്ച് നമ്മുടെ നാട്ടില്, നമ്മുടെ കേരളത്തിലെ മലയാളികൾക്കിടയിൽ കളിയിൽ പോലും മതം കുത്തിക്കയറ്റാൻ ഇത്തരം സുഡാപ്പികൾക്കൊന്നും ഒരു നാണമില്ലേ? ഇതൊക്കെ തന്നെ വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിൽ ഒരു ലോകകപ്പ് വരുമ്പോഴേക്ക് മതമൊക്കെ എത്രത്തോളമായി കുത്തിക്കയറ്റുന്നത്. അർജന്റീനൻ ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് ആരാധകരുള്ളൊരു ഫുട്ബോൾ ടീമാ. ഇനി അർജന്റീനൻ ഫുട്ബോൾ ടീം അവരുടേതായ നീതി ഉയർത്തിപ്പിടിച്ച് അവരൊന്നടങ്കം തന്നെ ഇസ്രായേലിനെ പിന്തുണച്ചു എന്ന് തന്നെ നിൽക്കട്ടെ. രാജ്യം അവരെയാണ് പിന്തുണയ്ക്കുന്നത്, ഒരുപാട് കളിക്കാരും ഇസ്രായേലിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഈ ഫുട്ബോൾ കാണുന്ന ആളുകൾ ഫുട്ബോൾ കണ്ട് അതിനെയല്ല ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിലും സകലത്തിലും മതം കുത്തിക്കയറ്റാൻ ഇത്തരം സുഡാപ്പികൾക്ക് നാണല്ലേ? ഇത്തരം സുഡാപ്പികളെ സാധാരണ മുസ്ലിങ്ങൾ തള്ളിക്കളയണം. ഇത്തരം സുഡാപ്പികള് സൊസൈറ്റിക്ക് അപകടമാണ്, നല്ല നാടിന് അപകടമാണ്, ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന പൊതുസമൂഹത്തിന് അപകടമാണ്. ഇതുപോലെ മതം കുത്തിക്കയറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും വിഭാഗം ആളുകളുണ്ടോ? ഈ സുഡാപ്പികളെ പോലെ സകലം കളിയിൽ സകലത്തിലും ഇങ്ങനെ ഇതിലൊക്കെ മതം കുത്തിക്കയറ്റിയിട്ടും അത് ശരിയല്ല എന്ന് പറയാൻ പോലും ഇവിടെ ആരുമില്ലേ? ഈ കളിയുമായി ബന്ധപ്പെട്ട് മതം കുത്തിക്കയറ്റുന്നത് ശരിയല്ല എന്ന് പറയാൻ, ഇവർ പച്ച വർഗീയവാദികളാണ് എന്ന് പറയാൻ ഇവിടെ ആളുകളില്ലേ? ഇത് പറയുമ്പോഴേക്ക് സംഖ്യയാക്കിയത് കൊണ്ടോ, ഇത് പറയുമ്പോഴേക്കോ മതത്തിന് ഒന്നുമല്ലത് പറയുന്നത്. ഇത് പറയുന്നത് വർഗീയവാദികൾക്കെതിരെയാ. അർജന്റീനൻ ടീമിനെ കളിയുടെ കാരണത്താലല്ലാതെ ആര് എതിർത്താലും, ആരെതിർത്ത് മുന്നോട്ട് പോയാലും അത് അവരുടെ ഉള്ളിലെ വർഗീയതയാ. കളിയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരുപാട് ബ്രസീൽ ആരാധകരുണ്ടാവും, പോർച്ചുഗൽ, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച നടക്കട്ടെ. എന്നാൽ ഇത്തരം സുഡാപ്പികള് ഇതിൽ കടന്ന് അർജന്റീനയെ ആരാധിക്കരുത്, അർജന്റീനയെ നാളല്ലേ ഇവന്മാർക്ക് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പും ഇവർക്ക് തോന്നുന്നില്ലേ? ഈ കളിയിലേക്ക് പോലും സകലതിലും മതം കുത്തിക്കയറ്റുക. ഇത്തരം ആളുകള് നമ്മുടെ നാടിന് വലിയ അപകടം. സകലതിലേക്കും മതം വലിച്ചിയച്ചുകൊണ്ട് നമ്മുടെ നാടിനെ തന്നെ അപകടത്തിലേക്കാക്കുക. 2026 നമ്മുടെ കേരളം ഈ പറയുന്ന രീതിയിൽ സുഡാപ്പികളൊക്കെ അധികരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടത്തെ തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ കളിയൊക്കെ കളിയായിട്ട് കാണാൻ ശ്രമിക്കും, മനുഷ്യരായിട്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കൂ. ഇതിലൊക്കെ എന്തിനാണ് ഇങ്ങനെ മതം കുത്തിക്കയറ്റുന്നത്? നീതി നോക്കുകയാണെങ്കിൽ വളരെ വലിയ യാഥാർത്ഥ്യമാണ് ഈ ഗാസൻ ജനതയെ ബുദ്ധിമുട്ടിലാക്കുന്നത് അവിടെയുള്ള ഭീകര സംഘടനയായിട്ടുള്ള ഹമാസിന്റെ ഭീകര സംഘടന. അന്തസ്സുണ്ടെങ്കിൽ, മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നവരാണെങ്കിൽ ആദ്യം ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ ഒരു ചെറുവിരൽ അനക്കുകയെങ്കിലും, ഒന്ന് ശബ്ദിക്കുകയെങ്കിലും ചെയ്യാം. എന്നിട്ട് പോലെ ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയല്. പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു ഭിന്നിപ്പിക്കല്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന ഒരു ചിന്തയൊക്കെ ഈ സുഡാപ്പികൾ ഇവിടെ നിരന്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പലസ്തീൻ കൊടി ആര് ഉയർത്തിയാലും അവിടെ ഒരു ഭിന്നിപ്പിക്കലിന്റെ കൊടിയാണ് ഉയരുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.